ഇന്ന് നമ്മുടെ അർജുന്റെ ദിവസമാണ്. 10:40 അവന്റെ ടൈം. ഈ ചെറുപ്രായത്തിൽ തന്നെ അവന് കൊണ്ടുപോകണേൽ എനിക്കും നല്ല വിഷമമുണ്ട്. പ്രേമം മാറി കാമം കയറി കളിക്കുന്ന ഈ കാലത്ത് ആത്മാർത്ഥമായിട്ടൊരു പെണ്ണിനെ പ്രേമിച്ചവനാ നമ്മുടെ ചെക്കൻ. അതാ എനിക്ക് അവനത്ര ഇഷ്ടം. ആ പ്രേമിച്ച പെണ്ണിനത് മനസ്സിലായാലും ഇല്ലേലും എനിക്കറിയാം അവന്റെ പ്രേമം. അവനാണ് കാമുകൻ, അതിഭീകര കാമുകൻ. വലിച്ചു വാരി ഇട്ടേക്കുന്നു. പോത്തുപോലെ വളർന്നു, ഒരു ഷഡ്ഡി പോലും കഴിയില്ല. വീടിനെ പറ്റിയോ എന്നെ പറ്റിയോ ഒരു ചിന്തയില്ലാത്തൊരു ചെറുക്കൻ. ഇനി എന്നാണാവോ ഇതൊക്കെ ഒന്ന് പഠിക്കണേ. ശാന്തേച്ചി, ആ രമേ, പണി കഴിഞ്ഞിട്ടൊരു നേരമില്ലല്ലേ? പിന്നെ ആരാ രമ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ? ആ അതും ശരിയാ. ആ പിന്നെ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ വീട് താമസം. നേരത്തെ തന്നെ വന്നോളാം കേട്ടല്ലോ. എന്റെ രമ, നീ പറഞ്ഞില്ലേലും ഞാൻ നേരത്തെ അങ്ങ് എത്തും. അല്ല, അർജുൻ എന്തേ? ഓ, അവന്റെ കാര്യം ഒന്നും പറയണ്ട. റേഷൻ കട പോകാൻ പറഞ്ഞിട്ട് എത്ര ദിവസമായിന്നറിയോ? ഏത് നേരവും കൂട്ടുകാരുടെ കളിയും പാട്ടും കൂത്തുമായിട്ട് നടക്കുക. 8 ഓവർ ഒറ്റ ബാറ്റുമില്ല, മങ്ങറുമില്ല. ആ വെള്ളത്തേക്ക് പൊക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടാണ്. ആ പറമ്പിലേക്ക് പൊക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടാണ്. ആ കാട്ടിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചോ തന്നെ എടുത്തോണ്ടല്ലോ. അപ്പോ 2.5 ഓൾ ദി ബെസ്റ്റ് ബോയ്സ്. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ഇതൊരു പുതിയ വിജയത്തിന്റെ തുടക്കമാവട്ടെ. വെസ്റ്റേൺ ബോയ്സിനെ നമുക്ക് നശിപ്പിക്കണം. നശിപ്പിച്ചിരിക്കും നമുക്ക്. Oh, that's a beauty. He's gone. Extra bounce. Outside edge. Lucas Rugby. എന്താണ് അർജോ? ഫസ്റ്റ് ബോൾ അല്ലേ? ഫ്രണ്ട് ഫുട്ട് കളിക്കാൻ എന്തിനാ? ബാക്ക് ഫുട്ടിൽ സ്ലോ കളിച്ചാ പോരെ? എടാ ട്രയലാന്ന് വിചാരിച്ചൂടാ. ട്രയലല്ലേ? ഗ്രീസിന്റെ പ്രശ്നം. ഗ്രീസ് ഭയങ്കര ചെറുതാണോ? കുറച്ച് ദിവസത്തേക്ക് ഇനി മിണ്ടരുത്. ഇങ്ങനെ കളിക്കുക. എന്തിനാ ഡബിൾ ഓടിയത്? കുഴപ്പമില്ല, നമുക്ക് ബോളിംഗ് പിടിക്കാം. 11. എന്നാ ഞാനറിയാം. ഞാനറിഞ്ഞോളാം. 11 റൺസ് ഉള്ളൂട്ടാ. 11 റണ്ണില്ലേടാ. ബാക്കി ശ്രീകുട്ടൻ ബോളിംഗ് പിടിക്കൂലേ? അറിയാലോ. അറിയില്ലടാ. ഓ പിടിച്ചോ ശ്രീകുട്ടാ, എറിഞ്ഞു വീഴ്ത്തിക്കോ. ബോളിംഗ് ശ്രീകുട്ടാ.
ഓവറിൽ നശിപ്പിച്ച് കളഞ്ഞല്ലോടാ വായിക്കൂട്ടാ. പോടാ 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 തരത്തി പോയി കളിക്കടാ. അർജോ ഈ ശ്രീകുട്ടൻ ഇനി വെസ്റ്റേൺ ബോയ്സ് ആയിട്ടൊരു മാച്ച് വിളിക്കരുതിട്ടാ. എല്ലാരും ഏജ് ഓവറായിട്ടുണ്ട്. തരത്തിന് പറ്റിയ ടീമല്ലാന്നേ. 7ാം ക്ലാസിന്റെ മുകളിലേക്ക് ഒരു ടീമായിട്ട് ഇനി മാച്ച് ഇല്ലാട്ടാ. അടുത്ത ടീമിനെ ഇനി നമ്മള് നശിപ്പിച്ചിരിക്കും. അമ്മോയ് ആ പച്ചരി കിട്ടിയില്ലട്ടാ. ആ കിട്ടിയ അരി അടുക്കള കൊണ്ട് വെച്ചിട്ടേ ആ പശുവിനെ ഒന്ന് കുളിപ്പിക്കും. എനിക്കൊന്നും വയ്യ, എനിക്കൊന്ന് ക്ലബിൽ കയറാം സ്ഥലമില്ല. പശുവിനെ കുളിപ്പിച്ചിട്ടുള്ള കളിയൊക്കെ മതി. അമ്മ ഒന്ന് പോയായിരുന്നു, ഞാൻ പോവാ. ഒരു വക പറഞ്ഞാൽ കേക്കില്ല. എപ്പോഴും കളി കളി കളിയാ. ആ ശാന്തേച്ചി രമേന്തിയെ അകത്തുണ്ട് കയറിയിരിക്കും. പോർക്കിരിക്കട്ടെ. അർജോ പോയാലോ? ചെറുതടിക്കണ്ടേ? തമാശ കളിക്കല് പോയിട്ടടിക്കാം. രമേ ശാന്തേച്ചി ഇന്ന് എന്തിനു ശാന്തേച്ചി ഇതൊക്കെ കൊണ്ടുവന്നേ? രമേ ഇത് അവിടെ വെക്ക്. ഞാൻ വീടന്ന് കാണട്ടെ. ആ പോയിട്ടോ. ആ ആ ആ ഏ? ഡാ, നീ ആ മാവുന്റെ ചെക്കനല്ലേ? നിന്റെ അച്ഛനെ ഞാനൊന്ന് കാണട്ടെ കേട്ടോ. ഈ കാരണവന്മാരെല്ലാം ഒരു തുള്ളി വീതം കുടിക്കുമ്പോ നീ കുപ്പിയോടെടുത്ത് മോന്തുന്നോ? കൂമ്പ് വാടിപ്പോടെ ചെക്ക. ശാന്തേച്ചി അച്ഛനോട് പറയല്ലേ. അച്ഛനോടും അമ്മയോടും നാട്ടുകാരോടും എല്ലാം ഞാൻ പറയും. ശാന്തേച്ചി ഓർമ്മയുണ്ടോ? ആ ബാലമാഷെ, മാഷ ആകെ മാറിപ്പോയല്ലോ. എന്തൊക്കെയുണ്ട് ശാന്തേച്ചി, സുഖല്ലേ? നന്നായിരിക്കുന്നു. ഭാര്യയും മക്കളും ഒക്കെ അവരങ്ങ് പെരുന്തൽമണ്ണയാ. സുഖായിരിക്കണോ? അല്ല അർജു എവിടെ? അർജു ഇവിടെ ഉണ്ട്. അവൻ എന്ത് ചെയ്യുന്നു ഇപ്പോ? അവൻ 12ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നല്ല ജോലി നോക്കുക. 12ാം +2? ആ അത് തന്നെ. അമ്മ ആ വീണ്ടും താക്കലെന്നേ ബാലമാഷ് അറിയോ? ആ മനസ്സിലായി. അർജു +2 എത്ര നാളായി? അത് ഒരു 5-6 വർഷമായിട്ടുണ്ട് ഇപ്പം അല്ലേ? 6 വർഷമായി. 6? എന്റെ ശാന്തേച്ചി, ഇക്കാലത്ത് +2 ഒന്നൊരു പഠിപ്പല്ല, ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. ഒരു കാര്യം ചെയ്യാം, നമുക്കിവനെ കോളേജ് ചേർക്കാം. ഒരു 3 കൊല്ലൊക്കെ പഠിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൈ കിട്ടുമ്പോൾ നല്ല ജോലി കേൾക്കാം. വേണ്ടമ്മേ തട്ടിപ്പ. ഇല്ലെങ്കിലേ ഭാവിയിൽ വേറെ നല്ല ജോലി കിട്ടില്ലെന്ന് വരും. കോളേജിലൊക്കെ പോകാൻ ഒരുപാട് കാശും പണമൊക്കെ വേണ്ടേ മാഷേ? അതൊക്കെ എന്നെ കൊണ്ട് കൂട്ടാൻ പറ്റുമോ? ശാന്തേച്ചി, അർജു ജനിച്ചത് മുതൽ ഇവനെ വളർത്താൻ നിങ്ങൾ പെട്ട എല്ലാ കഷ്ടപ്പാടും അറിയുന്ന ഒരാളാണ് ഞാൻ. ഇവൻ്റെ സീറ്റിൻ്റെ കാര്യമൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ്. എന്നാലും എൻ്റെ ഒരു പിടിപാട് വെച്ച് ഞാൻ ശരിയാക്കാം. ശാന്തേച്ചി, ഇവൻ എൻ്റെ കോളേജ് ചേർക്കും. ഞാൻ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ശരിയാ, ഒന്നും പേടിക്കണ്ട, ശരിയാക്കാം കേട്ടോ. അർജോ ഇങ്ങോട്ട് വാന്ന്. ഇതെന്താ മുഖം മുറിപ്പിച്ചേക്കണേ? അർജന്റീന ബ്രസീൽ കളികളല്ലേ, പോണ്ടേ? നിനക്കൊന്നും പഠിക്കാൻ ചെടി പോയി പഠിച്ചേടി. നീ എവിടുത്തേടി? കളിണ്ട് കാണാൻ പോവാം. അമ്മനെ കോളേജ് ചേർക്കാൻ പോവാന്ന്. എന്റെ മൂഡ് പോയി ശ്രീകുട്ടാ. എന്തിനാണ് നിന്റെ മൂഡ് പോണത്? എടാ നിനക്ക് ഒരു കാലത്ത് സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പല്ലേ? അന്നാ ഒന്ന് പുറത്തേക്ക്. പൊന്ന ഇതൊക്കെ അതിനുള്ള അർഹതയില്ലടാ. ഔ, അതെന്റെ ഭാഗ്യായി.